ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയ കുറുവ സംഘാംഗം ഒരു മാസക്കാലം താമസിച്ചത് കൊച്ചി കുണ്ടന്നൂർ പാലത്തിനടിയിലെന്ന് പ്രദേശത്ത് താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരായ കുട്ടവഞ്ചി തൊഴിലാളികൾ. പോലീസിനെ കബളിപ്പിച്ച് അതിവിദഗ്ധമായി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് രാത്രി പിടികൂടിയത്. കുണ്ടന്നൂരിൽ നിന്നും മൂസിനാസു ചേരുന്നു. മൂസിന, എങ്ങനെയായിരുന്നു പ്രതികളെ ഇന്നലെ പോലീസ് പിടികൂടിയത്? ഇവർ ഏറെ നാളായി കുട്ടവഞ്ചി തൊഴിലാളികൾക്കൊപ്പം താമസിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ നൽകുന്ന മൊഴി എന്താണ്? ഇന്നലെ അതിവിദഗ്ധമായി മണ്ണഞ്ചേരി പോലീസിന്റെ കയ്യിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച കുറുവ സംഘാംഗത്തെ അതിസാഹസികമായി തന്നെയാണ് പോലീസ് സംഘം പിടികൂടിയത്. ഞാനിപ്പോൾ ഉള്ളത് ഈ കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിലാണ്. ഇവിടെയാണ് ഈ പ്രതി ഒരു മാസക്കാലമായി താമസിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വർഷങ്ങളായി കുട്ടവഞ്ചി മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മറ്റിതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരിൽ ഒരാളാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ ഇവിടെ താമസിച്ചത് എന്ന് തന്നെയാണ് ഇവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇടക്ക് വരും, ഇടക്ക് പോകും, അങ്ങനെ പല തുടർച്ചയായി ഇവിടെ താമസിക്കില്ല. ഇടക്ക് അവർ വരും, ഇടക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടും എന്നാണ് ഇവിടെയുള്ള മൈസൂരിൽ നിന്ന് താമസിക്കുന്ന ചില അതിഥി തൊഴിലാളികൾ നമ്മൾക്ക് നൽകിയിരിക്കുന്ന വിവരം. എന്താണെങ്കിലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ടെൻറ്റിനകത്തായിരുന്നു ഈ പ്രതി സന്തോഷ് താമസിച്ചിരുന്നു. കുടുംബം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്താണെങ്കിലും ഇന്നലെ ഈ പ്രദേശത്ത് തന്നെയാണ് ഇയാൾ വിലങ്ങുമായി തന്നെ കൈവിലങ്ങുമായി തന്നെ ഓടി ഒളിക്കാൻ ശ്രമിച്ചത്. ഒരു മാസക്കാലത്തോളം ഈ പ്രദേശങ്ങളിൽ ഇയാൾ തമ്പടിച്ച് താമസിച്ചിരുന്നു എന്നത് ഏറെ ഗൗരവതരമായ വിഷയമാണ്. ഇക്കാര്യങ്ങളാണ് ഇവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കാലങ്ങളായി ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. അതിലൊരാളാണ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒളിച്ച് താമസിക്കുകയും ഇത്തരത്തിലുള്ള മോഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അത്തരത്തിൽ മോഷണ കാര്യങ്ങളിൽ പദ്ധതിയിടാനും ഒക്കെ ഒരു താവളമായി ഈ പ്രദേശത്തെ ഇയാൾ കണ്ടു. അത്തരത്തിൽ ഇവിടെ താമസിച്ചു എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ വിഷയം. ഈ കാണുന്ന മറ്റ് കുടുംബങ്ങൾ, അതായത് വർഷങ്ങളായി ഇവിടെ കുട്ടവഞ്ചി മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന കുടുംബാംഗങ്ങൾ അവർ സത്യം പറഞ്ഞാൽ അവർ ഞെട്ടലിലാണ്. കാരണം ഇടക്ക് ഇവിടെ താമസിച്ച് പോയിരുന്ന ആൾ, ഏകദേശം ഒരു മാസക്കാലമായി ഇവിടെ ഇടക്ക് വന്നു പോയിരുന്ന ആളെയാണ് പോലീസ് ഇന്നലെ രാത്രി ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുപോയത്. ആ ഒരു ഞെട്ടലിലാണ് ഇവർ. നമുക്ക് എന്താണെങ്കിലും ഇവരുടെ പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ഇപ്പോൾ കാലങ്ങളായി നിങ്ങളിവിടെ കുട്ടവഞ്ചി തൊഴിലാളികളാണ്. ഇന്നലെ എന്താ സംഭവിച്ചത്? ಆಳು ಎಂದೋ ಕಕ್ಕ ಮಾಡಿ ಬಂದೋ ಅರಿಯಿಲ್ಲ. ಆ ಪೊಲೀಸ್ಗಾರ ಆಳು ಬಂದಿಟ್ಟು അവിടന്നെ ആൾക്ക് എടുക്കുന്നു അത്ര. അയാള് പകലൊക്കെ എന്താ ചെയ്തിരുന്നത്? ഇവിടെ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങുമായിരുന്നു. നമ്മളെ മീൻ പിടിക്കാൻ പോവാ നമ്മൾക്ക് അറിയില്ല. ആൾ സകാല് നാട്ടിൽ പോവാ ഇത് ആള് അത്ര. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ പേടിച്ചു പോയി അല്ലേ? ഇന്നലെ ശരിക്കും പേടിച്ചു പോയി അല്ലേ? പേടിച്ചു. നമ്മളെ എവിടെ പോയില്ല, ഇവിടെ ഈ പറയുന്ന ആൾ ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ ഉണ്ടായി. അപ്പൊ അയാളെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? അറിയില്ല, നമ്മൾക്ക് അറിയില്ല. നമ്മളെ പടിക്ക് കുറച്ചാൾ പോവാ, കുറച്ചാൾ ഇടക്ക് പോകും, ഇടക്ക് വരും. അത് നമ്മൾക്ക് എന്താ അറിയും. എന്താണെങ്കിലും അതിവിദഗ്ധമായ ഒരു മാസക്കാലം ഈ പാലത്തിനടിയിൽ ഇയാൾ ഒളിച്ചു താമസിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് നിന്ന് അയാൾക്ക് കൃത്യമായി ഒളിച്ച് ചാടിപ്പോകാനും ഒക്കെ അയാൾക്ക് സാധിച്ചത്. എന്താണെങ്കിലും പ്രതി ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ്. ബിബി തടത്തലിനൊപ്പം മുസ്നാസു, മീഡിയ 1, കൊച്ചി.